ആനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ? നമ്മളെല്ലാരും വിചാരിക്കും പനമ്പട്ടയാണെന്ന്. അതൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ശരിക്ക് ആന അതിന്റെ തനത് സ്വഭാവത്തിൽ കഴിക്കുന്നത് പുല്ലും അതുപോലെ മരത്തിന്റെ ചില്ലകളിൽ നിന്നുള്ള ഇലകളൊക്കെയാണ്. ഇവിടെ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, തൃശൂർ പൂരത്തിന് എത്തുന്ന ആനകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇവിടെ ലഭ്യമാക്കുമെന്ന് ആനപ്രേമികളൊക്കെ ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. ഉറപ്പ് കൊടുത്തിരിക്കുക മാത്രമല്ല, അതെല്ലാം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആനച്ചൂര് എന്ന ആനപ്രേമികളുടെ കൂട്ടായ്മയാണ് ഈ ഒരു പുല്ലൊക്കെ ഇവിടെ ആനകൾക്ക് എത്തിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മോടൊപ്പം അവർ തന്നെ ചേരുന്നുണ്ട്. അവര് വലിയൊരു ഉദ്യമമാണ് ഇവരൊക്കെ ഇപ്പോൾ പ്രായോഗികത്തിൽ നടപ്പാക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് പനമ്പട്ട എന്നാണ് ആനകളുടെ ഇഷ്ടഭക്ഷണം നമ്മൾ കരുതുന്നത്. പക്ഷെ അതല്ല എന്നത് കാണുമ്പോഴേ അറിയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പനമ്പട്ട മാത്രമല്ല, ആനകൾ ഈ പറയുന്ന കാട്ടിലൂടെ നടക്കുമ്പോൾ അറിയാം, 40 കിലോമീറ്റർ സഞ്ചരിച്ച് 250 കിലോ ഭക്ഷണം കഴിക്കുന്ന ഒരു മൃഗം, പുല്ലും ഇലകളും എല്ലാം കഴിക്കുന്ന ഒരു ജീവിയാണ്, സസ്യബുക്കാണ്. ഇത്രയും വലിയൊരു ജീവി സസ്യബുക്കാണെന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. അപ്പോൾ ആ ഒരു ഇതിന് 6 വർഷമായി ആനച്ചൂര് എന്ന് പറയുന്ന ഈ കൂട്ടായ്മ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് 10 ടണ്ണാണ്, ഏകദേശം ഒരു ലോറിയിൽ 5 ടണ്ണാണ്, അങ്ങനെ 2 ലോറി 10 ടണ്ണ് പുല്ലാണ്, തീറ്റപ്പുല്ലാണ് ആനകൾക്കായിട്ട് നൽകുന്നത്. ഇത് 6ാമത്തെ വർഷമാണ്. ഇപ്പോൾ പാറമേക്കാവിലും തിരുവമ്പാടി ദേവസ്വങ്ങൾക്ക് നൽകിയ ശേഷം ഈ കൊക്കർണിപ്പറമ്പിൽ 3-4 ആനകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു 10-20 കെട്ട് മാറ്റിവെച്ച് അതിവിടെ കൊണ്ടുവന്നാണ്. അതിന്റെ അമരക്കാരനാണ് അജിത്ത്. നമുക്ക് അവരോടൊന്ന് ചോദിക്കാം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഈ പുല്ല് കൊടുക്കാനുള്ള, സാധാരണ ആനയ്ക്ക് എല്ലാവരും പഴങ്ങൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, പനമ്പട്ട എത്തിച്ചു കൊടുക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു? നമ്മള് തീറ്റപ്പുല്ല് കൊടുക്കാനുണ്ടായ കാരണം എന്താന്ന് വെച്ചാൽ, തിരുവമ്പാടി ശിവസുന്ദർ എന്ന് പറയുന്ന പൂരനായകൻ എരണ്ടകെട്ട് മൂലമാണ് പോയത്. അപ്പോ അതിനുശേഷമാണ് ഇങ്ങനെ തീറ്റപ്പുല്ലാവുമ്പോൾ ഒന്നുകൂടെ ദഹന പ്രക്രിയയിൽ നല്ലതാണെന്നും പനമ്പട്ടയാകുമ്പോൾ ദഹിക്കുന്ന പ്രശ്നങ്ങൾ വളരെ കൂടുതലാണെന്നുള്ളൊരു ഇത് വന്നു. നമ്മളെ കൊണ്ട് അന്ന് ഗ്രൂപ്പ് തുടങ്ങിയൊരു അവസരമാണ്, സാധിക്കുന്നൊരു കേസ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരിത് തോന്നി. അങ്ങനെ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയിട്ട് ആദ്യത്തെ വർഷം ഞങ്ങൾ കുറച്ച് പുല്ലിറക്കിയിട്ട് കൊടുത്തു. അത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്ഥത്തിന്റെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ടാണ് ഉണ്ടായത്. അപ്പോൾ തുടർച്ചയായിട്ട് 6ാമത്തെ വർഷം കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ളൊരു ഉദ്യമമാണ്. 2 വർഷം കൊറോണ കാരണം പൂരത്തിന് ഇത് കിട്ടിയില്ല, അല്ലെങ്കിൽ 8 വർഷമായാൽ. വലിയ ചെലവില്ല ഇതിന്? നല്ല ചെലവെന്ന് പറഞ്ഞാൽ 3.5 രൂപയാണ് ഒരു കിലോ പുല്ലിന്. അപ്പോൾ 10 ടണ്ണ് 35,000 രൂപ ഏകദേശം പുല്ലിന് മാത്രം വരുന്നുണ്ട്. പിന്നെ 2 വണ്ടി പാലക്കാട്ടിൽ നിന്നാണ് പുല്ലെടുക്കുന്നത്. അപ്പോൾ അതിവിടെ കൊണ്ടുവരാനുള്ളതും പിന്നെ ഞങ്ങളെല്ലാ ഗ്രൂപ്പ് മെമ്പർമാരുടെയും കായിക അധ്വാനം. എന്താണ്, എങ്ങനെയാണ് ഈ ഒരു ഉദ്യമത്തെ കാണുന്നത്? അല്ല, തീർച്ചയായും ഞാനും ഇതിന്റെ ഒരു ഭാഗമാണ്. ആനച്ചൂരിന്റെ അംഗമാണ്. അത് ആനകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ 6 കൊല്ലമായി തുടങ്ങിയിട്ട്. പക്ഷെ അജി പറഞ്ഞ പോലെ ശിവസുന്ദരന്റെ വിയോഗത്തിന് ശേഷം ആണ് അന്ന് ഡോക്ടർ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇങ്ങനെ പട്ടയും ഈ നാരും കൊണ്ടുപോയാൽ ആനകൾക്ക് ഇനിയും ഇതുപോലുള്ള അസുഖങ്ങൾ വരാം, എണ്ണക്കെട്ടുണ്ടാവും എന്ന്. അപ്പോഴാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൂരത്തിന്. അങ്ങനെ എല്ലാവരും കൂടി നമ്മൾ തീറ്റപ്പുല്ല് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അത് വളരെ ഭംഗിയായിട്ട് 6ാമത്തെ കൊല്ലം അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ സപ്പോർട്ട് വളരെ സപ്പോർട്ടാണ് ലഭിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഈ സംഘടന ചെയ്യുന്നത്? ആനച്ചൂര് സംഘടന എന്ന് പറഞ്ഞത് ഞങ്ങൾ ആനയിൽ നിന്നും പരിക്ക് പറ്റുന്ന ചട്ടക്കാരെ അവർക്ക് സഹായങ്ങളുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഈ കലണ്ടർ ഇതുണ്ട്. ആ ഒരു ഇതുകൊണ്ടാണ് നമ്മളിത് മുന്നോട്ട് പോണത്. അതുപോലെ തന്നെ നമ്മള് പിന്നെ ഇത് എന്താപ്പോ കർക്കിടക മാസത്തില് ആനയൂട്ടില് നടത്താറുണ്ട്. പിന്നെ നമ്മളെ കുട്ടികളെ മറ്റേ ഇത് ചെയ്യില്ലേ, ആശ്രമങ്ങളിൽ പോയിട്ട് ഞങ്ങള് അവർക്ക് ഒരു ദിവസത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ദിവസത്തെ ഓണം അവരുടെ കൂടെയാണ് ഞങ്ങൾ ഇതാക്കാറ്. തണല് മായന്നൂര് തണല് ബാലാശ്രമം, ബോളി ഗാർഡൻ അങ്ങനെയുള്ള ഓർഫനേജുകളിലാണ് ഞങ്ങൾ ചെയ്യാറ്. കലണ്ടർ ഒരു വർഷം വെച്ചിട്ട് അതിന് കിട്ടുന്ന വരുമാനം ഇതിൽ ഏറ്റവും വലിയൊരു കാരണം, ആനപ്രേമികൾ നമ്മളെപ്പോഴും ആനകളുടെ മുമ്പിൽ കൊട്ടും നെറ്റിപ്പട്ടവും വെഞ്ചാമരും, പക്ഷെ അതിന്റെ പിന്നിൽ ഈ ആനപ്രേമം കൊണ്ട് മാത്രം ഇങ്ങനെയുള്ള സൽപ്രവൃത്തികളും ചെയ്യുന്ന ഒരുപാട് സംഘടനകളിൽ ഒരു ഉത്തമ ഉദാഹരണമാണ് ആനച്ചൂര്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതാണ് ഈ പനമ്പട്ട എന്നുള്ളത് നമ്മളെല്ലാം കരുതുന്ന ആനയുടെ പ്രിയ ഭക്ഷണമാണ്. പക്ഷെ അതിന് പകരം ഈ തീറ്റപ്പുല്ല് എന്നുള്ളത് ഒരു സാർവജനികമായിട്ട് വരണമെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടില്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് എല്ലാവർക്കും പ്രായോഗികമായിട്ടുള്ള ഒരു കേസല്ല, കാരണം ഇത്രയും സ്ഥലങ്ങളിൽ വേണം. പിന്നെ ഇത് കിട്ടാനുള്ള ബുദ്ധിമുട്ട് വളരെ ഇതാണ്, വെള്ളത്തിന്റെ പ്രശ്നം ഇത്. അപ്പോൾ കിട്ടാൻ എളുപ്പം പനമ്പട്ടയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇതിലേക്ക് മാറുന്നു. പിന്നെ പ്രായമായ ആനകൾക്കാണ് കൂടുതൽ ഈ പ്രശ്നം, ആരോഗ്യ പ്രശ്നം വരും പല്ലിന്റെ ഇത് വരുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പുല്ലാണ് കൂടുതൽ. അപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തില് പുല്ലും ഉണ്ട്, പട്ടയുണ്ട്. അത് അവിടെ സ്ഥിരമായിട്ട് അവിടെ നിന്നാണ് നമ്മൾ തീറ്റപ്പുല്ല് എടുക്കുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിലേക്ക്, അതേപോലെ കോടനാട്ടേക്കൊക്കെ പോകുന്ന പുല്ല് പോകുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പൂരത്തിന് പുല്ലെടുക്കാറ്.
കാരണം ഈ പൂരപ്രേമികൾക്കൊക്കെ ആനകളെ പൂരപ്പറമ്പിൽ കാണുമ്പോൾ ആവേശമാണെങ്കിലും വലിയൊരു ഭാഗം പറയുന്നത് ആനകൾ പൂരപ്പറമ്പിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, വേദന അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് അവർക്കുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിന് മുന്നോട്ട് വെക്കാനുള്ള സജഷൻസ്? ഇപ്പോഴത്തെ ഇതില് അതെ, ആനകൾ ഞാൻ പറഞ്ഞുതരാം. ഇത് വെച്ചാൽ ഇപ്പം നമ്മൾ ഏകദേശം കേരളത്തിൽ ആയിരക്കണക്കിന് ആനകളുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ 4-5 വർഷമായിട്ട് നമുക്ക് ഉള്ളത് 400 ചില്ലാനം ആനകളാണ്. നാട്ടാന പരിപാലന ചട്ടപ്രകാരം കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഉത്സവങ്ങളുടെ എണ്ണം 7000ആണ്. ഏകദേശം 10,000 ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. ഈ 10,000 ഉത്സവങ്ങൾക്ക് നമുക്കുള്ളത് 350 താഴെ ആനകൾ മാത്രമേ ഉള്ളൂ. അതിനകത്ത് പിടിയാനയുണ്ട്, വാർദ്ധക്യം ബാധിച്ച് മാറ്റി നിർത്തുന്ന ആനയുണ്ട്. ഒരു 200-250 ആനയെ വെച്ചിട്ടാണ് ഈ ഒരു ജനുവരി മുതൽ അല്ലെങ്കിൽ മെയ് മാസം വരെയുള്ള 4-5 മാസത്തെ ഉത്സവകാലം നടന്നു പോകുന്നത്. അപ്പൊ കേരളത്തിലേക്ക് ആനകൾ ആവശ്യമാണ്. കൂടുതൽ ആനകൾ വന്നാൽ നിലവിലുള്ള ആനകൾക്ക് വിശ്രമം നൽകാനും അതുപോലെ തന്നെ ഒരു 2ാം നേരം 3ാം നേരം ഒരു ഭാവി തലമുറയ്ക്ക് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായുള്ള എഴുന്നള്ളത്തുകളും ചിട്ടകളും നമുക്ക് പകർന്നു നൽകാനും പറ്റും. പക്ഷെ അതിനൊക്കെ ആനകൾ വരണം. ആനകൾ വന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പം നിലവിലുള്ള ആനകളെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഉത്സവങ്ങൾ കൊണ്ടുപോകുന്നത്. ഒരു വിശ്രമക്കുറവ്, കാരണം എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതുണ്ടാവുന്നതാണ്. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ 10,000-കണക്കിന് ഉത്സവങ്ങളിൽ 1-2 ഉത്സവങ്ങളിൽ എന്തെങ്കിലും സംഭവിക്കുന്നതിനെ പർവ്വതീകരിച്ചുകൊണ്ട് ഇത് മാത്രം വേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവർ കപട മൃഗസ്നേഹികൾ മാത്രമാണ് എൻജിഒകളിൽ നിന്ന് കൈപ്പറ്റി വിദേശ ഫണ്ട് കൈപ്പറ്റി ഇതിനെതിരെ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരാണ് ഈ ചെറിയ വിഷയങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അവർക്ക് യാതൊരു മൃഗസ്നേഹവും ഇല്ല. കാരണം അവരിത് അതിനെതിരായ സന്ദേശം പകർന്നു നൽകുന്നതിലൂടെ നമ്മൾ തീർച്ചയായും നാട്ടാന പരിപാലന ചട്ടപ്രകാരമാണ് കേരളത്തിലെ ഉത്സവങ്ങൾ മുഴുവൻ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അതല്ലേ 1-2 ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാം. പക്ഷെ അതിനെയാണ് പർവ്വതീകരിച്ചത് തീരെ വേണ്ട. ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു ഉത്സവ സീസൺ വെച്ചുകൊണ്ട് 3 ലക്ഷം കുടുംബങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്. ഇതാരും കാണുന്നില്ല. എന്താണെങ്കിലും അതാണ് ഈ സംഘടനയ്ക്കും ഇവർക്കൊക്കെ പറയാനുള്ള ഒരു കാര്യം. അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ എന്തുകൊണ്ട് പൂരങ്ങളിൽ ആനകൾ വേണം എന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ആനകളുടെ ഭക്ഷണശീലത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അതിന് ഏത് തരത്തിലുള്ള ഭക്ഷണം നൽകണമെന്ന ഒരു സന്ദേശം അവരുടെ പ്രവൃത്തിയിലൂടെ അവർ കാണിച്ചു നൽകുക കൂടി ചെയ്യുന്നു. KP ധനേഷിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18.